കേക്കുന്നില്ല. കുറച്ച് എനർജിയിൽ എല്ലാരും ഒന്ന് അട്ടഹസിച്ചേ. അതാരാ അതിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു ചിരി ഇട്ടത്? അയ്യോ, അത് 72 വയസ്സിലെ യക്ഷിക്കുഞ്ഞമ്മയാ. ഓ, യക്ഷിക്കുഞ്ഞമ്മ ചിരിച്ചോട്ടെ, ഇനി എത്ര കാലം ഓടാനാ. അപ്പൊ എല്ലാവർക്കും ഭാർഗവി നിലയം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പ്രേതോത്സവം 2022 പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേതോത്സവം 2025 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോസ്റ്റ്യൂം കട്ടത് അല്ല, കോസ്റ്റ്യൂം കേട്ടസി പ്രേതം ടെക്സ്റ്റൈൽസ് 5-ാം പന. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കോ പവേർഡ് ബൈ ഓയ് തള്ള തെറ്റിക്കും. കോ പവേർഡ് ബൈ ആ പറഞ്ഞ സാധനം 7-ാം പാല 7:30. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പ്രേതോത്സവം 2025 സ്വാഗതം. അപ്പോ ഷാജൻ ചേട്ടാ, നമുക്ക് ആണിന്നും കുപ്പിന്നും ഒക്കെ പുറത്തായ 2 പ്രേതം ഗസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. Okay, give a huge round of giveaway to Neeli from Kalliyagad. കള്ളിയംകാട്ട് നീലി, യുവാക്കളുടെ ഹരം. തന്റെ 6-ാം വയസ്സിൽ തമാശയ്ക്ക് തുടങ്ങിയ രക്തംകുടി പിന്നീടങ്ങോട്ട് ശീലമാക്കി ഒഴിവാക്കാൻ പറ്റാതെ അഡിക്ഷനായി മാറിയ കള്ളിയംകാടിന്റെ പേടി സ്വപ്നം തൊട്ടതെല്ലാം ബ്ലഡാക്കി മാറ്റിയ 7-ാം യാമത്തിലെ രാപ്പാടി. സുസ്വാഗതം ഈ പ്രേതോത്സവ രാവിലേക്ക്. എവിടെയായിരുന്നടി? പനേന്നിറങ്ങാൻ നേരം വൈകി ചേച്ചി. എന്താ? എന്റെ പനേന്റെ മൂട്ടിലുണ്ട് ഏതോ ഒരു കുരുത്തം കെട്ടോ സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നു. രാത്രി ഞാൻ ഈ സാരി പൊക്കി പിടിച്ച് താഴോട്ട് ഇറങ്ങി വരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രേതാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാനം പോയാ പോയില്ലേ. ഞാൻ വന്നപ്പോ പറയണമെന്ന് വിചാരിച്ചതാണ്. എന്റെ ആങ്കറിങ് തീരെ പോരാ. മറ്റൊരു പരിപാടി പറയരുത്. എന്താ? കേരളത്തിലെ ബെസ്റ്റ് ആങ്കർ എന്ന് പറയുന്ന ജീവിയുണ്ടല്ലോ. ആര് പറഞ്ഞു? പുള്ളി തന്നെയാ പറഞ്ഞു നടക്കുന്നത്. പുള്ളിയുടെ അടുത്ത് 2 ദിവസം ഞാൻ ട്രെയിനിങ്ങിന് പോയതാ. ട്രെയിനിങ് എങ്ങനെ ഉണ്ടെടി? സത്യം പറയാലോ, പോയില്ലായിരുന്നു ഇതിനും നന്നായി ഞാൻ ചെയ്തേനെ. അതൊക്കെ പോട്ടെ, ജീവ എങ്ങനെ ഉണ്ടടി? കൊള്ളാടി, കാണാനൊക്കെ ഒരു മെനയൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണിച്ചോരയില്ല. കളഞ്ഞ്. അല്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഗസ്റ്റ് ഒന്നുമില്ല ഇവിടെ. നമുക്ക് ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്. ആരാന്ന് വല്ല ഗസ്റ്റ് ഉണ്ടോ? പ്രേതശികളെ ഗസ്റ്റ് ഉണ്ടോ? ഞാൻ തന്നെ പറയാം. നമുക്ക് സ്വാഗതം ചെയ്യാം വടയക്ഷി. വടയക്ഷി ഒറ്റയിരിപ്പിൽ 10 കുപ്പി ചോര കുടിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരേ ഒരു യക്ഷി. ബ്ലഡിന് ടച്ചിങ്സ് ആയി വട ഒരു കോമ്പിനേഷൻ ആണെന്ന് കണ്ടെത്തിയ യക്ഷി ലോകത്തെ ആദ്യ വനിത. സുസ്വാഗതം ഈ പ്രേതോത്സവ രാവിലേക്ക്. എന്താടി ഇത്? ഒഴിക്കത്തില്ല. സ്കേറ്റ് ബോർഡ് ചോദിച്ചപ്പോ ആട്ടുകാരനെ കൊഞ്ഞണം കുത്തി കാണിച്ച്, അതുകൊണ്ട് ഞാൻ കൈവച്ച് സോറി കാൽ വെച്ചിട്ടതാ. അല്ല വടേഷി, ഈ ഇടയായിട്ട് നീ സിനിമയിലൊന്നും പ്രേതമായിട്ട് പോകുന്നില്ലടി? ആ, ഞാൻ അതൊക്കെ നിർത്തിയടി. ആന്തേ? എടി, പഴയതുപോലൊന്നുമല്ല. ഇപ്പോഴത്തെ സിനിമയിലെ പ്രേതങ്ങൾക്ക് തുണിയില്ല. എനിക്ക് മാനില്ല വലുത്. സത്യം. മാത്രല്ലടി, ഞാനിപ്പൊ പഴയതുപോലെ അങ്ങ് പനയെന്ന് പുറത്തോട്ട് ഇറങ്ങാനില്ല. ആന്തേ? എന്റെ കാല് മൊത്തം വെരിക്കോസാ. പിന്നെ പടന്ന് പന്തലിച്ചിരിക്കുന്ന എന്താ മുന്തിരവള്ളിയാ? അല്ല നീലി, എന്റെ മൂട്ടിൽ എന്താ കരി? അയ്യോ, അതൊന്നും പറയണ്ടവളെ. അല്ലെങ്കിൽ എന്റെ ചെല കേൾക്കാൻ നേരല്ല. ഓടി അവിടുന്ന്. കഴിഞ്ഞ ആഴ്ച മേപ്പാട് എന്നെ തളച്ചിട്ടിട്ടത് ഒരു കുടുക്കയിലാ. എന്നിട്ട് അയാൾ ഒരു തലതെറിച്ച സന്തതി ചോറും കൂട്ടാനും വെച്ച് കളിക്കാനാന്ന് പറഞ്ഞ് ഈ കുടുക്കിന്റെ ഉള്ളിൽ കൊണ്ടുപോയി തീയിട്ടടി. ചന്തി പൊള്ളിയിട്ട് മിസൈൽ കണക്കിന് ഞാൻ അപ്പുറത്തെ കൊട്ടക്കൻ പോയി വീണത്. ഇത് പോന്നില്ലടി, അലക്കിയിട്ട് ഒന്നും പോകുന്നില്ലത്. പ്രേതോത്സവം 2025 നിങ്ങൾക്കായിട്ട് ഇന്നിവിടെ 3 മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ മത്സരം തലയോട്ടി വിത്ത് സ്പൂൺ റേസ്, അതായത് സ്പൂണിൽ തലയോട്ടി വെച്ച്. രണ്ടാമത്തെ മത്സരം കരിമ്പന കയറ്റം.
മൂന്നാമത്തെ മത്സരം കുപ്പിയിൽ ചോര നിറയ്ക്കൽ. അല്ല, കുപ്പിയിൽ ചോര നിറയ്ക്കാൻ പേര് കൊടുത്ത ഭാർഗവി ചേച്ചി എവിടെ പോയി? ഭാർഗവീന്റെ കഥ അറിയില്ല. ഇല്ല. ഇവൾ 5ാമത്തെ പനയിലാണല്ലോ താമസം. ഇവിടെ സ്ഥിരമായിട്ട് കള്ള് ചെത്താൻ വരുന്ന രാജൻ ഉണ്ടായിരുന്നു. ഇവൻ ഒരു ദിവസം കള്ളിന് പകരം മൂടോടെ അവളെ ചെത്തിയായിട്ട് കൊണ്ടുപോയി. ഉയ്യോ, അപ്പൊ ഒക്കെ പറഞ്ഞൂടെ ഞങ്ങള് യക്ഷികളാണ്? ആ, സ്വന്തമായിട്ടൊരു വീടും ഒരു കുടുംബം കിട്ടിയ ഓളല്ലോ ഓൾ അച്ഛനായാലും യക്ഷിയാന്ന് പറയില്ല. ആ, ഓൾ അങ്ങനെ ഒരു കുടുംബിനിയല്ലേടി. അതെ. വെൽക്കം പാത്തു. ആരെ പാത്തു? വെൽക്കം ബാക്ക് ടു പ്രേതോത്സവം 2025. കാണികളെ ഊറ്റം കൊള്ളിക്കുന്ന പ്രേതഗ്രാമിൽ വൈറലായ ഒരു സോങ്ങുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു വട ആൻഡ് ടീം. സ്നേഹം തരണേ. തുടങ്ങാം. ഞാനൊരു പ്രേതമാ അപ്രേത ആ ആ ആ, ഞാനൊരു യക്ഷിയാ ആ യക്ഷി ആ ആ ആ, ഈ പ്രേതത്തിൻ കൂട്ടിൽ കൂത്ത് കൂത്ത് കൂത്ത്, ഞാനൊരു പ്രേതമാ അപ്രേതം പാത്തിയാ ഫാത്തിമ. നീ എന്താ തേങ്ങയാടി പാടുന്നേ? താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ടായിരുന്നടി എന്റെ പാട്ട്? അയ്യോ, കൊള്ളൂലായിരുന്നടി. അല്ലെങ്കിലേ നിനക്ക് അസൂയ. നീ പോടി പ്രേതച്ചി. നീ പോടി യക്ഷിച്ചി. അയ്യോ, നിർത്ത നിങ്ങളുടെ ഇച്ചീച്ചി. എന്റെ പ്രേത പെണ്ണുങ്ങളെ, ഞാൻ പറയുന്ന കേൾക്കൂ. നമ്മള് മനുഷ്യരല്ല, നമ്മള് പ്രേതങ്ങളാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ക്ഷീണിച്ചു വരുന്ന യക്ഷിച്ചികൾക്ക് കരിമ്പനയുടെ താഴത്തെ കൗണ്ടറിൽ നമ്മൾ ബ്ലഡ് ഓംലേറ്റും വെയിൻ നൂഡിൽസ് കൊടുക്കുന്നുണ്ട്. പ്രേതാർ കാർഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാടി ഞാൻ ഓർത്തത്. നീ അറിഞ്ഞില്ല പ്രേത പഞ്ചായത്തിൽ പ്രേതാർ കാർഡ് പുതുക്കുന്നുണ്ട്? അയ്യോ, അത് ഞാൻ പോയടി. പക്ഷെ എന്റെ ഡ്രംസ്റ്റ സ്കാൻ ആവാത്തോണ്ട് എനിക്ക് പ്രേതാർ കാർഡ് കിട്ടിയില്ല. ഞാൻ പിന്നെ അതിനങ്ങോട്ട് പോയില്ല. അതെന്തേ? ഈ പറയുന്ന ദ്രംഷ്ട പഞ്ചായത്തിൽ ഈട് വെച്ചിട്ടാ ഞാൻ പന മെയ്യാൻ 4 ഓല വാങ്ങിയത്. അപ്പൊ അതിന് പകരം 2 വിളക്കത്തിന് വെച്ചാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കേക്കണോ പ്രിയ കൂട്ടരെ? അതല്ല, കേക്കണോ? ഈ വിളക്കത്തിരി വെച്ച് ഞാൻ ഇന്നലെ ഒരു ചെറിയ ചെക്കന്റെ ചങ്കിലെ ചോര കുടിക്കാൻ പോയി. മറുതന്റെ റാപ്പല്ല, ചെറിയ ചെക്കന്റെ ചങ്കിലെ ചോര കുടിക്കാൻ പോയി. ഇവൻ ഈ വിളക്കത്തിന് തീപ്പച്ചി ഒടിച്ച് കത്തിച്ചടേ. കുണ്ട രണ്ടിയാപ്പീസിന്റെ പോക്കോഴൽ ഏതാ എന്റെ മൂക്ക് ഏതാ എനിക്ക് സംശയായി. വെൽക്കം അഗൈൻ ടു പ്രേതോത്സവം 2025. നിങ്ങൾക്കായി ഇതാ മിസ് ഗോസ്റ്റ് അഥവാ മിസ് പ്രേതം റാം വാക്ക് കോമ്പറ്റീഷൻ. പനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന 2 റൗണ്ട് മത്സരങ്ങൾക്കൊടുവിൽ 3 കണ്ടസ്റ്റന്റുകളാണ് ഫൈനൽ എത്തിയിരിക്കുന്നത്. ഒന്നാമത്തത് പ്രേതങ്ങൾക്കിടയിലെ കുലസ്ത്രീ എന്നറിയപ്പെടുന്ന മിസ് മറുത. ഞാനാ ആങ്കർ, ഞാൻ പറയും. പ്രേതങ്ങൾക്കിടയിലെ കന്യക എന്നറിയപ്പെടുന്ന മിസ് വട. എടുക്കട്ടെ. പ്രേതങ്ങൾക്കിടയിലെ തള്ള എന്നറിയപ്പെടുന്ന മിസ്സിസ് നീലി. അതെന്ത് പരിപാടിയാടി? ഞാൻ മിസ്സീസോ? ആ, ഓയോ പനയെന്ന് പിടിക്കുമ്പോ ആലോചിക്കണായിരുന്നടി. ഒരു രസല്ലേടി, അങ്ങ് വെട്ടിക്കൊടുക്ക. എത്തത്തില്ല. അപ്പൊ നമുക്ക് റാം ബാക്കിലേക്ക് കിടക്കാം. എങ്ങോട്ടാ? ഓ, റാം ബാക്കിലാണോ? ഇത് പേപ്പട്ടി പഠിച്ചാൽ സൂചി വെക്കാൻ പഞ്ചായത്ത് പോവല്ല. നല്ലോണം നടക്ക്. ഇതെവിടുത്തെ കേറി? ഞാൻ വിചാരിച്ച സാരിയിലെ സീക്വൻസ് ആണ്. കൊളാക്കിയല്ലോ. എല്ലാം കൊളാക്കി. ഞാനല്ല കൊളമാക്കിയേ, ഞാനല്ല കൊളമാക്കിയേ. ആരാ ഞങ്ങളെ പരിപാടിക്ക് കൂവിയത്? അയ്യോ, കൂകിയതല്ലേടി എന്റെ ഭർത്താവ് രഘുവേട്ടനാ. രഘുവിനെന്ത് പറ്റേ? ഒന്നും പറയണ്ട. മൂപ്പർക്ക് മനുഷ്യച്ചോര കിട്ടാണ്ടായപ്പോ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് കുറുക്കന്റെ ചോര എടുത്ത് കുടിച്ചതാ. എന്നിട്ടെന്താ, ഇപ്പം വെയിലും മഴയും ഒരുമിച്ച് പെയ്യുമ്പോ മൂപ്പര് മുറ്റത്തിറങ്ങി കൂകുവടി. ഒരു റാപ്പിലേക്ക് കിടന്നാലോ? ഞാൻ സെറ്റ് ചെയ്ത് വെച്ച റാപ്പ് സോങ് ഉണ്ട്. അയ്യോ, നീ പാടണ്ട. ഞാൻ പാടും. മറുതെ നീ പാടണ്ട, പാടണ്ട മറുതെ പാടണ്ട. ഞാൻ റാപ്പ് പാടും. മറുത റാപ്പണ്ട. ഈ കണ്ടോ, ഈ യക്ഷിച്ചികളൊക്കെ കണ്ട അവരൊക്കെ യുവാക്കളെ ചോര കുടിച്ച് തിളച്ചിരിക്കുക. അവരൊരു റാപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പാടട്ടെ, അനൗൺസ് ചെയ്തോ. നോക്ക് മക്കളെ, നോക്ക്. അടിപൊളി യുവാക്കൾക്ക് ഹരമായിട്ട് ഒരു റാപ്പ് സോങ്ങുമായി എത്തുന്നു മറുത. യക്ഷയുടെ കരച്ചില്ല കേട്ടത്, ചുടുചോരയെല്ലാം അവളാണ് കുടിച്ചത്. കട്ടച്ചോര അവള കുടിച്ചത്. പനയുടെ മക്കളാ പനയുടെ. യക്ഷയുടെ കരച്ചില്ല കേക്കണേ, ചോരയെല്ലാം അവളാണ് കെട്ടത്. കട്ടച്ചോര അവള കുടിച്ചത്. പനയുടെ മക്കളാ പനയുടെ. താങ്ക് യു വെരി മച്ച്. നിന്റെ പാട്ട് കേട്ടിട്ടെ ഒരാള് സ്റ്റേജിലോട്ട് കേറി വരുന്നുണ്ട്, ചുമപ്പും ചുമപ്പൊക്കെ ഇട്ടോണ്ട് വരുന്നത്. സാന്താക്ലോസോ? ഏയ്, സാന്റാക്ലോസ് അല്ലടി.
അയാളെ കയ്യിൽ കുപ്പിയൊക്കെ ഉണ്ട്. പാടേ. അയ്യോ ഇനി എനിക്ക് പാടാനൊന്നും വയ്യടി. അതല്ലടി മേപ്പാടേ. അയ്യോ മേപ്പാടുന്നോ? അയ്യോ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുടുക്കലല്ല അടച്ച്. അയ്യോ ഒരു ബിരിയാണി ചെമ്പിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ പോവാണേ. ഞാനും പോവാ.